സ്നേഹം വളരെ മനോഹരമായ ഒരു വാക്കാണ് അല്ലേ സ്നേഹം. അതുപോലെ വളരെ മനോഹരമായ ഒരു വികാരമാണ് സ്നേഹം. സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, കുട്ടികളും പാരൻസും തമ്മിലുള്ള സ്നേഹം, അയൽവക്കക്കാരും തമ്മിലുള്ള സ്നേഹം, എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിലേ ആ വാക്കിനൊരു പൂർണ്ണതയുള്ളൂ. അല്ലാതെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടുള്ളതിനെ സ്നേഹം എന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തില് എന്തേലും പണം കടം വാങ്ങുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, കുട്ടികളാണെങ്കിൽ എക്സാമിന് പറഞ്ഞു കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പിന്നെ കണ്ടാ മിണ്ടൂല, അല്ലെ അതൊരു പ്രതികാരം പോലെ മനസ്സിൽ വെക്കുക, ഇങ്ങനെയൊക്കെയുള്ളതിന് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് ഒരു അടുപ്പം, അതായത് യൂസ് ചെയ്യാനുള്ള ഒരു അടുപ്പം. ഇന്ന് കാണുന്ന സ്നേഹങ്ങൾ പലതും യൂസ് ചെയ്യാനുള്ള ഒരു വികാരമായിട്ടാണ് സ്നേഹത്തിനെ കാണുന്നത്. പണ്ടുള്ള പോലെയുള്ള ഒരു സ്നേഹമൊന്നും ഇപ്പൊ ഇല്ല. എന്തേലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മക്കളും കാണുന്നില്ലേ, നമ്മൾ എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടി വഴക്കായി കൊലപാതകം പോലും എത്തി നിൽക്കുന്നു. ഹസ്ബൻഡ് വൈഫ് കൊലപാതകത്തിലേക്ക് എത്തുന്നു. അയൽപക്കക്കാരെന്തേലും സ്വത്തിന്റെ കാര്യമോ പണത്തിന്റെ കാര്യമോ വന്നു കഴിഞ്ഞാൽ അത് കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പം ആ മനോഹരമായ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ഒരു ആത്മാർത്ഥമായ ഒരു വികാരം ഇപ്പം പലരിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ സ്നേഹം, പ്രണയം, മനോഹരമായ ഒരു വാക്കാണ് പ്രണയം. ആ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് രണ്ടുപേര് തമ്മിൽ എതിർവശത്ത് നിൽക്കുന്നവരെ മറ്റേ വ്യക്തിനെ പ്രണയിക്കുന്നു അല്ലെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ അഭിനയിച്ച് സ്നേഹം നടിക്കും. എതിർവശത്ത് നിൽക്കുന്നവർ വിചാരിക്കും എന്നോട് ഭയങ്കര പ്രണയമാണ് സ്നേഹമാണെന്ന് വിചാരിച്ച് അവരങ്ങനെ അങ്ങ് ജീവിക്കും. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ അവർ പൊടിയും തട്ടി അങ്ങ് പോകുമ്പോഴാണ് മറ്റു കുട്ടികൾ ഇന്ന് ആത്മഹത്യയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നത്. ആരും ആരെയും കളങ്കത്തോടു കൂടി സ്നേഹിക്കാതെ, കളങ്കമില്ലാതെ സുഹൃത്തുക്കൾ തമ്മിലായാലും ബന്ധുക്കൾ തമ്മിലായാലും അയൽവക്കക്കാർ തമ്മിലായാലും കളങ്കമില്ലാത്തൊരു സ്നേഹമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കിപ്പം മനസ്സിന് ഒരുപാട് വിഷമമോ അല്ല മനസ്സിനൊരു ചാഞ്ചാട്ടമുള്ളൊരു സമയത്ത് നമ്മൾ ബന്ധുക്കളോടായാലും അല്ലെ പേരൻസിനോടായാലും അല്ലെ കുട്ടികളോടായാലും സുഹൃത്തുക്കളോടായാലും എല്ലാം പൊട്ടിത്തെറിച്ചെന്ന് വരാം. ചിലപ്പോൾ നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ സംയമനത്തോടു കൂടി സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴേക്കും അവര് വെറുക്കപ്പെട്ടവരായി, വൈരാഗ്യബുദ്ധിയുള്ളവരായി, ഒന്നിനും കൊള്ളാത്തവരായി. അങ്ങനെയല്ല, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ തൽക്കാലം ഒരു സമയത്ത് നമുക്ക് എന്തേലും മനസ്സിന് വെപ്രാളവോ വിഷമോ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴേക്കത് വെറുക്കാനുള്ളൊരു കാരണമായി എടുക്കരുത്. എന്നാൽ ശരിക്കുള്ളൊരു സ്നേഹമാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോണിലെ കൂടി ആണെങ്കിൽ അതെല്ലാം നേരിട്ടാണെങ്കിൽ എന്തായിരുന്നു നിനക്ക് പറ്റിയത്, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാമീപ്യം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ സ്നേഹം. ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. എന്തും പറയാം. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് ചീത്ത കൊടുത്താൽ കൂടി ആ ബന്ധം വിട്ടുപോവാതെ 10, 25, 30 വർഷമായിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. എല്ലാവർക്കും അങ്ങനെയുള്ള ഫ്രണ്ട്സും ബന്ധുക്കളും പാരൻസും ഹസ്ബൻഡും വൈഫും അയൽവക്കക്കാരും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഏത് വിഷമത്തിലും ഒന്ന് ചെവി കൊടുക്കാനും കൈപിടിച്ച് ഞാനുണ്ടെന്നുള്ളൊരു ചേർത്ത് പിടിക്കല്, അത് തന്നെയാണ് യഥാർത്ഥ സ്നേഹം. ആരും ആരെയും ചതിക്കാനും കാര്യലാഭത്തിനും അങ്ങനെയുള്ളൊരു സ്നേഹം ആർക്കും ഇല്ലാതിരിക്കട്ടെ. യഥാർത്ഥ സ്നേഹം, ആത്മാർത്ഥതയുള്ളൊരു സ്നേഹം എല്ലാവരിലും ഉണ്ടാവട്ടെ.